ഓ ഗായ്സ്, പുൽക്കൂടിൻ്റെ വീഡിയോ കാണിക്കാനായിട്ട് നൈറ്റിലത്തെ വീഡിയോ കാണിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. ദേ നേരെ കയറി പോകുമ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പുൽക്കൂട്. കണ്ടോ? അതിന് ഇൻസൈഡ് കണ്ടോ? പുൽക്കൂടും കണ്ടോ? അതിൻ്റെ റൂഫിലൊക്കെ ഇട്ടിരിക്കുന്ന ആ ഒരു ഇലുമിനേഷൻ ബൾബാണ് കാണുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ പുൽമേട്ടിലേക്ക് ഇട്ടിരിക്കുന്ന ഒരു വൈറ്റ് ഇലുമിനേഷൻ ബൾബ്. ഇത് ഇലുമിനേറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് കത്തി കിടക്കുന്നത് മാത്രമേ ഉള്ളൂ. അവർ തൊട്ട് അപ്പുറത്ത് അതൊരിക്കലും തീ കത്തിച്ച് വെച്ചേക്കണോ തിരി കത്തിച്ച് വെച്ചേക്കണമെന്നല്ല, അതൊരു ഇതുപോലെ തന്നെ ഒരു ബൾബ് തന്നെയാണ്. എത്രമാത്രം കാണുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഇതൊരു ബൾബാണ്. അപ്പോൾ ഇതൊക്കെയാണ് പുൽക്കൂടിൻ്റെ നൈറ്റിലേക്കുള്ള വ്യൂ. ഞാൻ വീടിൻ്റെ വ്യൂ ഒന്ന് കാണിച്ചു തരാം. വീട്ടിലിട്ടേക്കുന്ന സ്റ്റാർ പതുക്കാനെല്ലാം കാണിക്കാൻ പോവാണ്. ഫസ്റ്റ് ഇതാണ്. ഇത് കണ്ടോ? ഈ കിടക്കുന്നൊക്കെയാണ് വീട്ടിലെ സ്റ്റാറുകൾ. ഞാൻ ഫുള്ള് കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇങ്ങനെ 1 2 3 4 5 6 മുകളിലൊരെണ്ണം. അപ്പം അങ്ങനെ ടോട്ടൽ 6 സ്റ്റാറാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. LED സ്റ്റാർ അടക്കം 6 സ്റ്റാറാണ് വീട്ടിലിട്ടിരിക്കുന്നത്. പിന്നെ പ്ലസ് ഫ്രണ്ടിലായിട്ട് കാണുന്നതാണ്, ഫ്രണ്ടിലായിട്ട് കാണുന്ന ഒറ്റക്കൊമ്പനാണ് നമ്മുടെ ട്രീ. കുറച്ചുകൂടെ മുന്നോട്ട് വേണേൽ ഇറക്കി വെക്കാം, താഴോട്ട് ഇറക്കി വെക്കാം. പക്ഷേ ഇറക്കി വെക്കാത്തതിൻ്റെ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രീ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി എപ്പോഴെങ്കിലും മഴ പെയ്ത് കഴിഞ്ഞാൽ, കാരണം നമുക്ക് ഒരുപാട് ബൾബൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് ബൾബ് ഇവിടെ ഉണ്ടായിരുന്നു. ഒരു 10 കഴിഞ്ഞ വർഷത്തെ മഴയ്ക്കൊരു എനിക്ക് തോന്നുന്നു ഒരു 3500 രൂപയുടെയെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ട്. കാരണം ബൾബിൻ്റേതായിട്ട് തന്നെ കുറേ 3500 രൂപയോളം പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഏകദേശം ഒരു 15ഓളം മാല പോയിട്ടുണ്ട്. 15ഓളം മാലയുടെ ഒരു വില വെച്ച് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബൾബിൻ്റെയും അതുപോലെ എൻ്റെ ലെങ്ത്തിൻ്റെയൊക്കെ ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 10,000-3000 രൂപ പോയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ. ഒരു ചെറിയൊരു മഴ പെയ്താണ് ജനുവരി ആ ടൈമിൽ. അപ്പോൾ അതിനകത്ത് മഴ പെയ്ത് കഴിഞ്ഞാലുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കലും മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ ടൈപ്പ് ബൾബുകൾ മുറ്റത്തിടാൻ പാടില്ല. അതായത് നമ്മൾ ചുമ്മാ ഈ എന്താ പറയുക, ഈ ഡെക്കറേഷൻകാർ കൊണ്ടു നടക്കുന്ന ബൾബാണെങ്കിൽ അത്തരം ടൈപ്പ് ഇതുപോലത്തെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ലായിരിക്കും. ഇതുപോലത്തെ ഉണ്ട ബൾബാണെങ്കിൽ ഈ കാണുന്നതുണ്ട്, ഈ ഇലുമിനേഷൻ ബൾബാണെങ്കിൽ കുഴപ്പമില്ലായിരിക്കും. പക്ഷേ അതുപോലത്തെ സാധാരണ ഈ ചൈനീസ് ആയിട്ടുള്ള സാധനം, ഇതും ചൈനയാണ്, പക്ഷേ ആ ടൈപ്പ് ബൾബാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇരിക്കരുത്. ഇട്ട് കഴിഞ്ഞാൽ എട്ടിൻ്റെ പണി കിട്ടും. ഞാൻ പറഞ്ഞേക്കണം, എനിക്കിട്ട് കിട്ടിയതാണ്. കഴിഞ്ഞ വർഷം ഏകദേശം 3500 രൂപയോളം നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഒരു മഴ കാരണം. അപ്പോൾ അതുകൊണ്ട് ബൾബൊക്കെ പഴയ പോലെ തന്നെ ഉണ്ട്, എങ്കിലും കുറച്ച് ബൾബ്, കുറച്ചല്ല, ഏകദേശം ഒരു 8 എണ്ണത്തോളം അടിച്ചു പോയി. അപ്പോൾ അടിച്ചു പോയത് പോട്ടെ, അപ്പോൾ ഇനി ആർക്കും സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ. നമ്മൾ പൊതുവേ വീട്ടിലൊരു ക്രിസ്മസ് വന്നു കഴിഞ്ഞാൽ ടോട്ടലി വീട് ഫുള്ള് സ്റ്റാറും നക്ഷത്രമൊക്കെ ഇടും. അപ്പോൾ അതിൻ്റെയാണ് കണ്ടോ മേളിലെ വലുത് നമ്മൾ ഉണ്ടാക്കുന്ന കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, മുകളിലിട്ടേക്കണ വലിയ സ്റ്റാർ വീട്ടിലുണ്ടാക്കിയതാണ്, ഉണ്ടാക്കിയ സ്റ്റാർ തന്നെയാണ് ഈ കാണുന്നത്. ഇത് ഉണ്ടാക്കിയ സ്റ്റാറാണ്, പൊക്കത്തോട്ട് പോയത്. ഇത് ഇട്ടിരിക്കുന്നത് നമ്മുടെ പഴയ ദൂരദർശൻ ഉണ്ടല്ലോ, ദൂരദർശൻ്റെ ആൻറ്റിനയിലാണ് ഈ സ്റ്റാർ ഇട്ടേക്കുന്നത്. ആ ആൻറ്റിന ഫ്രണ്ടിൽ കുത്തി വെച്ചേക്കുന്നത് വേറെ ഒന്നിനും വേണ്ടിയല്ല, ഈ സ്റ്റാർ ഇടാൻ വേണ്ടിയാണ്. ആ ഒരൊറ്റ കാരണത്തിന് വേണ്ടിയാണ് ആൻറ്റിന വെച്ചേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആൻറ്റിനയൊന്നും ആരും എടുത്ത് തോട്ടിയാക്കരുത്. തോട്ടിയാക്കി കഴിഞ്ഞാൽ നമ്മൾ അറിയരുത് ഏത് സമയത്താണ് നമ്മൾ കറണ്ട് കമ്പിയുടെ അടുത്തേക്ക്, അതായത് ലൈൻ കമ്പിയുടെ അടുത്തേക്ക് പോകുന്നതെന്ന് നമ്മൾക്ക് അറിയാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പോൾ അത് ചെയ്യാണ്ടിരിക്കുക. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും മ്യൂസിക് കേൾക്കുന്നുണ്ട്. ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ പറയുന്ന ഒച്ചയാണ് ആ കേൾക്കുന്നത്. എന്തെങ്കിലും ഒരു ഒരവസരമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ എന്നോട് ക്ഷമിക്കുക, ഞാനല്ല ഒച്ച ഉണ്ടാക്കുന്നത്, ആ മ്യൂസിക് പള്ളിക്കാരുണ്ടാക്കുന്നതാണ്. അതെനിക്ക് ഉത്തരവാദിത്തം ഇല്ലാത്ത കാര്യമാണ്, ഞാനൊന്നും പറയുന്നില്ല. അതിൻ്റെ കാര്യത്തിലേക്ക് വെച്ച് നമുക്കൊന്നും പറയണ്ട. എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വ്യൂ. എനിക്ക് തോന്നുന്നു ഈ എന്താ പറയുക, ഈ പുൽക്കൂടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെറിയ സമയം കൊണ്ട് ചെയ്തെടുത്താണ്. അതായത് വർക്ക് ചെയ്തിട്ടുണ്ട്, എന്നാൽ ഒരുപാടങ്ങ് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ആദ്യം ഇതൊക്കെ ഒന്ന് വെട്ടി, മണ്ണൊക്കെ ഒന്ന് വെട്ടി ശരിയാക്കി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ തിനയും ഗോതമ്പൊക്കെ നമ്മൾ കൊണ്ട് ഇട്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വലിയ മഴ പെയ്തു. നമുക്കറിയാം ഡിസംബറിൽ തന്നെ നമ്മൾ വിചാരിച്ചു, ജൂൺ പോലെ ഡിസംബറിനാണ് ഇതിനെ കമൻറ്റ് ചെയ്ത പല ആൾക്കാരും ഡിസംബറിനെ.
അപ്പോൾ അമ്മാതിരി മഴ പെയ്തപ്പോൾ എനിക്ക് നിങ്ങൾക്കറിയാമായിരിക്കും ഈ ഡിസംബർ 8-ാം തീയതി അതായത് പാലാ ജൂബിലിയുടെ ദിവസമൊക്കെ ഈ ഏരിയയിലൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ പാലായാണല്ലോ ഇത്. അപ്പോൾ നല്ല മഴയായിരുന്നു ഇവിടെ. അപ്പോൾ മഴ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ ഇട്ടിരിക്കുന്ന തിന, ഗോതമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്നത് മുളച്ച് വരത്തില്ല. അതായത് അത് മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാ സാധനം മുളയ്ക്കുമെന്ന് പറയും. പക്ഷേ എങ്ങനെയാ ഇത് നമ്മൾ ഇട്ടിരിക്കുന്ന സ്ഥലത്ത് അത് കിടന്നെങ്കിലല്ലേ മുളയ്ക്കത്തുള്ളൂ. അത് ഒഴുകിപ്പോവും. നല്ല ഫോഴ്സിൽ മഴവെള്ളം വന്നു കഴിയുമ്പം മഴവെള്ളം ഒഴുകിക്കൊണ്ട് പോകും ഇതിനെയൊക്കെ. അതൊക്കെ ചിലപ്പോൾ മുറ്റത്ത് വന്ന് കിടക്കും ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അല്ലാണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ വളരുകയില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ അതിൻ്റെ ഫോഴ്സ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തെറിച്ച് പോകും. ആ ഇട്ടിരിക്കുന്ന സാധനം നമ്മൾ എന്ത് സാധനം ഇട്ടാലും അത് തെറിച്ച് പോകും. അങ്ങനെ അത് കുറേ ഒഴുകിപ്പോയി. പിന്നെ അത് കല്ല് പോലെയായി. ആ മണ്ണ് നമ്മൾ ഇളക്കിയിട്ടേക്കുന്ന മണ്ണാണല്ലോ, അത് കരിങ്കല്ല് പോലെയായി. പിന്നീട് രണ്ടാമത് അത് ഞാൻ വെട്ടി കുത്തി ഇളക്കിയിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കുറച്ച് തിനയൊക്കെ വളർന്നു വന്നത്. പിന്നെ രണ്ടാമത് ഞാൻ വെട്ടി കുത്തി ഇളക്കിയിട്ട് അതിൻ്റെ പുറമെ കടുക് വാരിയിട്ടതാണ്. പിന്നെ എന്തിനാണ് പിന്നെയും തിനയിട്ട് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ പൈസ കൊടുത്ത് തിന മേടിച്ചിട്ട് പിന്നെയും പോയി കഴിഞ്ഞാലോ എന്ന് ഓർത്തിട്ടാണ് പിന്നെ കടുക് വാരിയിട്ടത്. അപ്പോൾ കടുക് ആയതുകൊണ്ട് പിന്നെ ഇത് പെട്ടെന്ന് മുളച്ച്. അതായത് ഒരു 5 ദിവസം കൊണ്ട് അതെല്ലാം സെറ്റായി. കടുകിൻ്റെ കാര്യം കടുകിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാമല്ലോ. കടുക് പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞാൽ മുളയ്ക്കും. കടുക് അതുപോലെ തന്നെ இந்த ചെറുപയർ അങ്ങനെ സാധനമൊക്കെ പെട്ടെന്ന് മുളച്ച് വരും. ഗോതമ്പും തിനയൊക്കെ വളരാൻ കുറച്ച് പാടാണ്. പക്ഷേ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് പുൽക്കൂടിൻ്റെ വ്യൂ. ഓൾറെഡി ഞാനൊരു ഹാപ്പി ക്രിസ്മസ് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ക്രിസ്മസിൻ്റെ വീഡിയോ മാത്രം കാണിക്കുന്ന ഒരിക്കലും ഞാനൊരു വർഗീയവാദിയായിട്ടൊന്നുമല്ല. ഞാനിങ്ങനെ ഈ ഓണത്തിൻ്റെ മറ്റ് വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് പലപ്പോഴും ഞാൻ നാട്ടിൽ കാണാറില്ല. ഓണത്തിൻ്റെ സമയത്ത് ഞാൻ പലപ്പോഴും നാട്ടിൽ കാണാറില്ല. അതാണ് വിഷയം. കാരണം ഞാൻ പുറത്താണ് പഠിച്ചതൊക്കെ. അപ്പോൾ പല കാര്യങ്ങൾക്കായിട്ട് ഞാൻ പല സമയത്ത് തിരക്കിലായിരിക്കും. അപ്പോൾ മറ്റ് ആഘോഷങ്ങളുടെ വീഡിയോ എടുക്കാനായിട്ട് വരാത്തതിൻ്റെ കാര്യം ഞാൻ ചിലപ്പോൾ പുറത്തായിരിക്കും. അതുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോ എടുക്കാത്തത്. വീട്ടിൽ കാണത്തില്ല. വീട്ടിലുള്ള സമയത്തെല്ലാം നമുക്ക് വീട്ടിലുള്ള വീഡിയോ എടുക്കും. ഇത്രയും വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ക്രിസ്മസിന് തന്നെ വീഡിയോ എടുത്തിരുന്നത്. കാരണം മറ്റേ ഓണത്തിൻ്റെയൊക്കെ വീഡിയോ എടുക്കാനായിട്ട് പറ്റും. ഒരു സദ്യ കഴിക്കുന്ന വീഡിയോ, ഒരു സദ്യ ഉണ്ടാക്കുന്ന വീഡിയോ, പൂക്കളം ഇടുന്ന വീഡിയോ, അതല്ലാണ്ട് അതിനപ്പുറത്ത് എല്ലാവരും ഊഞ്ഞാൽ കിട്ടുന്ന വീഡിയോ ഇടാനേ പറ്റത്തുള്ളൂ. അതിനപ്പുറത്തേക്കൊരു വീഡിയോ ഇടാനായിട്ട് പറ്റത്തില്ല. പിന്നെ പോരാത്തന്നെ അതിനുള്ള ഒരു എന്താ എല്ലാ കാര്യങ്ങളും എല്ലാം ഒരു ഓക്കെ ആയി വന്നെങ്കിലല്ലേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. ഇതാകുമ്പോൾ നമുക്ക് ഈ ഒരുപാട് കാണിക്കാനുണ്ട്. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ കാണിക്കുന്നവൻ്റെ ഊപ്പാടിളകും. കാരണം നേരം വെളുക്കുമ്പോൾ തൊട്ടുള്ള പച്ചക്കറിയും വെട്ടിക്കൂട്ടി അതെല്ലാം വെട്ടിക്കൂട്ടി കറി വെച്ച് അതല്ലാണ്ട് അത് കഴിക്കുന്നതും അത് ഇന്നുന്നതും അതുപോലെ പൂ പറിക്കുന്നതും പൂക്കൾ കൊണ്ടിടുന്നതൊക്കെ വീഡിയോ കാണിക്കാനായിട്ട് വലിയ ഇച്ചിരി സീനാണ്. എടുക്കാനൊക്കെ പറ്റും. പക്ഷേ നമ്മൾ ആ നേരത്തെ അത് ക്യാമറയും പിടിച്ചോണ്ടിരിക്കത്തില്ല. ഇപ്പം തന്നെ ഞാൻ എടുക്കുന്നത് തന്നെ ഭയങ്കര ഒരു ഇതായിട്ടാണ്, ഭയങ്കര റഫായിട്ടുള്ള രീതിയിലാണ് എടുക്കുന്നത്. അതിന് അത്ര വൃത്തിയായിട്ടുള്ള രീതിയിലൊന്നുമല്ല വീഡിയോ ഞാൻ എടുക്കുന്നത്. എല്ലാ ആഘോഷവും ഇവിടെ പൊതുവേ എല്ലാ ആഘോഷവും നമ്മളെല്ലാ ആഘോഷവും ആഘോഷിക്കുന്നതാണ്. ആരും വേറെ രീതിയിലും തെറ്റിദ്ധരിക്കരുത്. ക്രിസ്മസിൻ്റെ വീഡിയോ മാത്രം എന്താണ് എടുത്തിടുന്നതെന്ന് തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിവിടെ എൻ്റെ വീട്ടിലെല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ഞാനുള്ള സമയത്ത് എനിക്ക് എടുത്തിടാൻ പറ്റുന്ന ഈ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തിട്ടിടുന്നേ ഉള്ളൂ. അതായത് എനിക്ക് എടുത്തിടാൻ പറ്റുന്ന സമയത്ത് എനിക്ക് സമയം കിട്ടുന്ന സമയത്ത് വരുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എടുത്തിടുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതത്രേ പറയാനുള്ളൂ. പിന്നെന്താ പറയാനുള്ളത്? സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറയത്തില്ല. കാരണം വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഈ നിർബന്ധമൊന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും നിർബന്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്യിക്കേണ്ട കാര്യവും നമുക്കില്ല. കാരണം ഞാനൊരു കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്ന ഒരാളും അല്ലല്ലോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ വ്യൂ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. അല്ലാണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് എന്നാ പറയാനാണ്? കാരണം നമ്മൾ നോർമലി ഒരു വീഡിയോ ആണ് എടുക്കുന്നത്. അല്ലാണ്ട് വലിയ എഡിറ്റോ കാര്യങ്ങളൊന്നുമില്ല. സിൻസിയറായിട്ടുള്ള ആൾ, ഞാൻ വളരെ സിൻസിയറായിട്ടുള്ള ആളാണ്. സിൻസിയറായിട്ടുള്ള രീതിയിലാണ് എൻ്റെ സ്വഭാവം എല്ലാം സിൻസിയറാണ്. ഞാൻ എന്ത് കാര്യം വെട്ടിത്തുറന്ന് പറയുന്നത്. ഇപ്പോൾ അടിയാണെങ്കിൽ അടി, തെറിയാണെങ്കിൽ തെറി, നല്ലതാണ് നല്ലത്, ചീത്തയാണ് ചീത്ത, എന്ത് കാര്യമായിട്ട് വെട്ടിത്തുറന്ന് പറയുന്ന ആളാണ്. അപ്പോൾ അതനുസരിച്ചാണ് എൻ്റെ സ്വഭാവം. എൻ്റെ ചാനലിനൊക്കെ ആ സ്വഭാവം, എൻ്റെ ചാനലിനായാലും എനിക്ക് എല്ലാം ആ ഒരു സ്വഭാവമാണ്. അപ്പോൾ അതുപോലെയൊക്കെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. അല്ലാണ്ട് നമ്മൾ ഒരുപാട് എഡിറ്റൊന്നും കൊണ്ടുവരുന്നില്ല. എഡിറ്റ് കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എഡിറ്റ് ചെയ്തെന്ന് ഓർത്തുകൊണ്ട് നമ്മളല്ലാതെ ആവും. അല്ലെങ്കിൽ
എന്തെങ്കിലും ഒരു പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് കുറച്ച് പുട്ടി വാരിയിട്ടെന്ന് ഓർത്ത് നമ്മളല്ലാണ്ടാകാനൊന്നും പോണില്ലല്ലോ. 2 ദിവസം കഴിഞ്ഞ് നിൻ്റെ മുഖത്തോടെ ഇച്ചിരി വെള്ളം വീണ് കഴിഞ്ഞാൽ മുഖത്ത് മൊത്തം കട്ടറാണെങ്കിൽ നമ്മൾ എന്നാ ചെയ്യും? എന്നാ ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ല. ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ, ഗട്ടറുള്ള ആൾക്കാർ എന്നെ കയറി തെറി വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നാച്ചുറലായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അതൊക്കെ റിമൂവ് ചെയ്യാൻ നമ്മൾ വേറെ ഒരാളെ കാണിക്കാനായിട്ട് വേഷം കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം നമ്മൾ ആ വേഷം കെട്ടാനേ നമുക്ക് നേരം ഉണ്ടാകത്തുള്ളൂ. നമ്മൾ സിൻസിയറായിട്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ അങ്ങ് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു വിഷയം ഉണ്ടാകത്തില്ല. മനസ്സിലായോ? നമ്മളൊരു ഫോട്ടോ ഒരാളെ കാണിച്ചൊരു ഫോട്ടോ, ഇപ്പോൾ എന്തെങ്കിലും ഒരു കല്യാണത്തിനായിക്കോട്ടെ, ഒരു ഫോട്ടോയ്ക്കകത്ത് ഒരാൾ നേരിട്ട് കാണുമ്പോൾ മുടിയുമില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ കാണുന്ന ആളെന്ത് ചെയ്യും? ഇപ്പോൾ കാണുന്ന ഒരു പെണ്ണാണെങ്കിൽ ആ പെണ്ണെന്ത് ചെയ്യും? പെണ്ണിന് എല്ലാം അതൊന്നും കുഴപ്പമില്ല, അത് ഇല്ലാത്ത ആൾക്കാർക്ക് എന്നാ ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ അങ്ങനെ ചോദ്യമൊന്നുമില്ല. ആ ചോദ്യം വേണ്ട അവിടെ. പക്ഷേ ഒരാൾക്ക് കാണുന്ന ഒരു ഫോട്ടോയ്ക്കകത്ത് കാണുമ്പോൾ ആ ഫോട്ടോയ്ക്കകത്ത് കണ്ട പോലെ അതിൻ്റെ ഒരു പകുതിയെങ്കിലും എക്സ്പെക്റ്റേഷൻ ഒരാൾക്കുണ്ടാവുമല്ലോ. അപ്പോൾ അതാ പറഞ്ഞു, ഓവറായിട്ട് എഡിറ്റ് ഒന്നും ഞാൻ ചെയ്യാറില്ല. ഒരു എഡിറ്റ് ഞാൻ ചെയ്യാറില്ല. ഞാൻ ഡയറക്റ്റായിട്ട് അങ്ങ് വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളൂ. കാണുന്നവർ കാണുക, അല്ലാത്തവർ കാണണ്ട. എനിക്കൊരു നിർബന്ധമില്ല. കാരണം വീഡിയോ എടുത്തിട്ട് എനിക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നും ഇന്നവരെ യൂട്യൂബിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുമില്ല. അതൊരു വരുമോയെന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്ക് വീഡിയോയുടെ വരുമാനമൊന്നും പറയാനുമില്ല, അത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളൊന്നും പറയുന്നില്ല. വേണമെങ്കിൽ കാണുക, അല്ല കാണാതിരിക്കുക. ഞാൻ നിർബന്ധിക്കേണ്ട കാര്യം, ആരെയും നിർബന്ധിച്ച് വീഡിയോ ചെയ്യിക്കാനും എനിക്കറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ പണ്ടേക്ക് വേണ്ട നമുക്ക് വീഡിയോ ഒക്കെ ഒരു രീതിയിൽ നിർബന്ധിച്ച് ഓരോരുത്തരെ കൊണ്ട് കാണിപ്പിക്കാമായിരുന്നു. കാണിക്കാമൊന്നുമില്ല, വേണമെങ്കിൽ കാണുക, അത്ര. അപ്പോൾ ഓക്കെ, ഹാപ്പി ക്രിസ്മസ്. നല്ല തണുപ്പുണ്ട്. വീഡിയോ എടുക്കാനായിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് നല്ല തണുപ്പടിച്ച് കയറുവാണ്. എൻ്റെ തൊണ്ടയൊക്കെ അടിച്ച് പോകാറായെന്ന് എനിക്ക് തോന്നുന്നത്, തണുപ്പിൻ്റെ ഒരു ഇതേ. ഓക്കെ, ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. ഞാൻ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ഇടവപ്പള്ളിയായ പാലാ സെൻറ്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിലോട്ട് പാതിരാ കുർബാനയ്ക്ക് ആയിട്ട് പോകും. അപ്പോൾ അതിന് മുന്നേ എടുക്കുന്ന വീഡിയോ ആണിത്. പള്ളിയിലെ വീഡിയോ ഞാൻ എടുക്കുന്നില്ല, കാരണം അത് നല്ല ക്രൗഡഡ് ആയിരിക്കും ഏരിയ, അവിടെ ആൾക്കാർ കൂടുതലായിരിക്കും. അപ്പോൾ എനിക്കൊരു ചമ്മരമുണ്ട്. പിന്നെ പോരാത്തതിന് അവിടെ നിൽക്കുന്ന ആളുകൾ നമുക്കൂടെ നോക്കും. പിന്നെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വല്ല യൂട്യൂബറാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വല്ല തലയിലോട്ട് എടുത്ത് വെച്ച് ഞാനെന്നാ ചെയ്യാനാ? അല്ലെ തന്നെ നല്ല പേരാ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.